ഫോറക്സ് ട്രേഡിങ്ങിലെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേംസ് അഥവാ പ്രോഫ് ഫേംസിലൂടെയുള്ള ട്രേഡിങ്ങിലൂടെ ഒരു ചെറിയ ഫീ അടച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ലാർജർ ക്യാപിറ്റൽ സൈസ് മാനേജ് ചെയ്തുകൊണ്ട് ലാർജർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ് വിഡ്രോ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഇൻഡസ്ട്രി എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഫ് ഫേം ഇൻഡസ്ട്രിയിലും വളരെയധികം ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസും സ്കാംസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു ഇൻഡസ്ട്രി എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ റീസെൻ്റ്ലി എത്തി നിൽക്കുന്ന സമയത്ത് ദി ഫണ്ടഡ് ട്രേഡർ, ദ സ്കിൽഡ് ഫണ്ടഡ് ട്രേഡർ, ഫോർച്യൂൺസ് ഫണ്ടിങ് തുടങ്ങിയിട്ടുള്ള ഏതാനും പ്രോഫേംസുകൾ ചിലത് ടെമ്പററിലി സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയുന്നു, എന്നാൽ ചിലത് പെർമനൻ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളതും. സോ ഇങ്ങനെ സഡൻ അക്കൗണ്ട് ക്ലോഷേഴ്സ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുമെല്ലാം ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രോഫേംസ്, ഈ പ്രോഫേംസിൻ്റെ ബിസിനസ് മോഡൽസ് എന്താണ് വരുന്നത്. സോ ആ ഒരു ബിസിനസ് മോഡലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവർ പേ ഔട്ട്സ് നൽകുന്നത്, നിങ്ങൾക്ക് പ്രോഫിറ്റ് സ്പ്ലിറ്റ് എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത് എന്നുമെല്ലാം മനസ്സിലാക്കാം. അതുപോലെ തന്നെ വളരെ ചുരുക്കം ചില പ്രോഫേംസ് ഉണ്ടായിരുന്നത് 100-ലധികം പ്രോഫേംസുകളിലോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുള്ള സ്കാം ആക്ടിവിറ്റീസ് അവ എന്താണ്, അവയെ എങ്ങനെ തിരിച്ചറിയാം, അതേപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള പ്രോഫ് ട്രേഡിങ്ങിൽ വന്നിട്ടുള്ള വളരെയധികം ചേഞ്ചസുകൾ എന്താണ്, അതുപോലെ ഫ്യൂച്ചറിൽ ഇനി ഈ ഒരു പ്രോഫേംസിൻ്റെ ഫ്യൂച്ചർ എന്താകാം, റെഗുലേറ്ററി ഇഷ്യൂസ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ആ റെഗുലേറ്ററി പാർട്ട് എന്തായിരിക്കും എന്നുമെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുവാൻ അറിയാം, പക്ഷേ ഒരു ഹയർ ഇൻകം ജനറേറ്റ് ചെയ്യുവാനുള്ള സഫിഷ്യൻ്റ് ട്രേഡിംഗ് ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലില്ല. സോ ഇവിടെയാണ് നിങ്ങൾക്ക് പ്രോഫേംസ് യൂസ് ചെയ്യുവാൻ സാധിക്കുക. സോ എന്താണ് പ്രോഫേംസ് എന്ന് പറഞ്ഞാൽ, സെർട്ടൻ ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിൽ ട്രേഡേഴ്സിനും സ്കിൽഡ് ട്രേഡേഴ്സിനും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫേംസിനെയാണ് പ്രോഫേംസ് അഥവാ പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേംസ് എന്ന് പറയുന്നത്. എന്താണ് പ്രോഫേംസ്, ഇവ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് സിംപ്ലി ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഞാൻ സ്കിൽഡ് ട്രേഡേഴ്സിനും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേം ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു ട്രേഡർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ സൈസ് എത്രയാണോ, ലൈക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാപിറ്റൽ കാറ്റഗറി എന്ന് പറയുന്നത് $10,000, $25,000, $50K, $100K, $200K എന്നിവയാണെന്ന് വെക്കുക. സോ ഇതിൽ ഏത് ക്യാപിറ്റൽ കാറ്റഗറി ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിന് ആനുപാതികമായിട്ടുള്ള റീഫണ്ടബിൾ അപ്ലിക്കേഷൻ ഫീ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഞാൻ പറയുന്ന സെർട്ടൈൻ വെരിഫിക്കേഷൻ ലെവൽസ്, അത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ലെവലാകാം, 1 ആയിരിക്കാം, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മൈ ക്രൈറ്റീരിയ. സോ ഇവിടെ ഈ ഒരു വെരിഫിക്കേഷൻ സ്റ്റേജ് ഞാൻ പറയുന്ന റൂൾസുകൾക്ക് അനുസരിച്ച് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഫണ്ടിങ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും, ഫണ്ടഡ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ടിലും ട്രേഡ് ചെയ്യുന്നതിന് സെർട്ടൈൻ റൂൾസുകൾ അവിടെ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ഒരു 30 ഡേയ്സ് ഫണ്ടഡ് അക്കൗണ്ടിൽ നിങ്ങൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് 30 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര പ്രോഫിറ്റ് ആണോ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ടിൽ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റിൻ്റെ 80% പ്രോഫിറ്റും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എന്നുള്ളത്. സോ ഇവിടെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് 80-20 ആണ്. സോ 80% നിങ്ങൾക്കും 20% എനിക്കും എന്നുള്ള രീതിയിൽ. സോ ലൈക്ക് നിങ്ങളൊരു 1 lakh rupees ആണ് ഏൺ ചെയ്തിട്ടുള്ളത് എങ്കിൽ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിൽ 80,000 rupees ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഓക്കെ, സോ ഇവിടെ ഈ ഒരു എമൗണ്ടിന് നിങ്ങൾ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്നതിന് ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്യാപിറ്റൽ കാറ്റഗറി. സോ ഇങ്ങനെ
യൂസ് ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നാണ് POF ഫേംസ് എന്ന് പറയുന്നത്. സോ ഫോറക്സ് മാർക്കറ്റിലെ ഏറ്റവും അഡ്വാൻറ്റേജുകളിൽ ഒന്നാണ് POF ഫേംസ് എന്ന് പറയുന്നത്. വലിയ ഒരു ലാർജ് ക്യാപിറ്റൽ ഇല്ല എന്ന ഗ്യാപ്പ് ഈ POF ഫേംസ് അവിടെ നികത്തുന്നു. ദാറ്റ്സ് ഇറ്റ്. സോ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് POF ഫേംസിലെ ഒരു കാറ്റഗറി ആയിട്ടുള്ള, അതായത് ഒരു മേജർ ബിസിനസ് കാറ്റഗറി ആയിട്ടുള്ള ചാലഞ്ച് ഓർ ഇവാലുവേഷൻ മോഡൽ എന്നുള്ളതാണ്. സോ ഇനി എന്താണ് ഇവ എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇവാലുവേഷൻ മോഡൽ അഥവാ ഒരു ചാലഞ്ച് മോഡൽ എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് മിനിമം ട്രേഡിംഗ് ഡേയ്സ്, മാക്സിമം ഡെയിലി ലോസ് ലിമിറ്റ് ഇൻ പെർസെൻറ്റേജ്, മാക്സിമം ലോസ് ലിമിറ്റ് എന്നിവയും അതുപോലെ പ്രോഫിറ്റ് ടാർഗറ്റ് ഇൻ ബോത്ത് 2 phases. അതുപോലെ ഈ ഇവാലുവേഷൻ മോഡലിൽ 10K USD ക്യാപിറ്റൽ വർത്ത് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ റീഫണ്ടബിൾ ഫീ എന്ന് പറയുന്നത് $60 ആയും നിങ്ങൾക്ക് കാണാം. സോ ഇവിടെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് എന്നുള്ളത് മൾട്ടിപ്പിൾ ടൈപ്പ് ആയതുകൊണ്ടാണ് അവ കാണാത്തത്. സോ ഇവിടെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 80-20 എന്ന പ്രോഫിറ്റ് സ്പ്ലിറ്റ് കാറ്റഗറിയാണ്. അത് പിന്നീട് ഹയർ ആയിട്ടും ചേഞ്ച് ചെയ്യാം. സോ അതുകൊണ്ടാണ് അവിടെ ഈ ഒരു രീതിയിൽ കാണിക്കാത്തത്. 2020 FTMO എന്ന POF ഫേമിലൂടെ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ POF ഫേം ട്രേഡിംഗ് ജേണി 2024 എത്തി നിൽക്കുന്ന സമയത്ത് പലയധികം POF ഫേംസുകളുടെ അക്കൗണ്ട് മാനേജ് ചെയ്യുവാനും മൾട്ടിപ്പിൾ പേ ഔട്ട്സ് എടുക്കുവാനും സാധിച്ചു. സോ 2024 എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇൻഡസ്ട്രി ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു ബിസിനസ് മോഡൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അവിടെ വന്നിട്ടുള്ള ചേഞ്ചസും ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് മാർക്കറ്റിൽ ഒക്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ്. സോ ഒരു ബിഗിനറാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പാസ്റ്റ് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, POF ഫേം ജേണി എന്താണ്, ഇവയുടെ ഈ ഒരു ബിസിനസ് മോഡലിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്താണ് എന്ന് അറിയുവാൻ സാധിക്കുന്നുണ്ടാവില്ല. സോ ലേറ്റർ ഓൺ ദിസ് വീഡിയോ ഞാൻ പറയുന്നത് ഇവയെക്കുറിച്ചെല്ലാമാണ്. എന്താണ്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഇവിടെ വന്നിട്ടുള്ള ഇൻഡസ്ട്രി ചേഞ്ചസ് എന്താണ്, ബിസിനസ് മോഡൽ ചേഞ്ചസ് എന്താണ് എന്നിവ എല്ലാമാണ്. സോ എക്സിസ്റ്റിംഗ്ലി നിങ്ങളൊരു POF ഫേം ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ POF ഫേം ട്രേഡർ എന്ന് പറയുന്ന സമയത്ത് ഫണ്ടഡ് അക്കൗണ്ട് മാത്രം മാനേജ് ചെയ്യുക എന്നല്ല, നിങ്ങളൊരു വെരിഫിക്കേഷൻ സ്റ്റേജിലോ അല്ലെങ്കിൽ ഏർലിയർ നിങ്ങളൊരു POF ഫേം ട്രേഡ് അക്കൗണ്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ട്രേഡുകൾ അവർ കോപ്പി ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്? മോസ്റ്റ് POF ഫേംസും ട്രേഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് സിമുലേറ്റഡ് ട്രേഡിംഗ് അക്കൗണ്ടുകളാണ്, അഥവാ ഡെമോ ട്രേഡിംഗ് അക്കൗണ്ടുകൾ, അതല്ലാതെ റിയൽ ട്രേഡിംഗ് അക്കൗണ്ടുകൾ അല്ല. സോ ആഫ്റ്റർ മൈ ഫോറക്സ് ഫണ്ട്സ് റെഗുലേറ്ററി ഇഷ്യൂസ് വിച്ച് ലീഡ്സ് ടു എ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ, മോസ്റ്റ് ഓഫ് ദി POF ഫേംസും അവരുടെ എല്ലാം തന്നെ വെബ്സൈറ്റിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നു. അതായത് ട്രേഡേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെല്ലാം സിമുലേറ്റഡ് ട്രേഡിംഗ് അക്കൗണ്ടുകളാണ്, അതല്ലെങ്കിൽ വിർച്വൽ ഫണ്ടിങ് ആണ് ഇവ എന്നുള്ള രീതിയിലോട്ട് ചേഞ്ചായി. കാരണം വീണ്ടും ഒരു റെഗുലേറ്ററി ഇഷ്യൂസ് അവർക്ക് വരാതിരിക്കുവാൻ വേണ്ടിയിട്ട്. സോ അവിടെ പ്രീവിയസ്ലി ഈ ഒരു MFFൻ്റെ ഷട്ട് ഡൗണിന് മുമ്പുണ്ടായിരുന്ന വെബ്സൈറ്റ് മോഡൽസും അതിൽ തന്നെ വീണ്ടും ഈ ഒരു ഷട്ട് ഡൗണിന് ശേഷം വന്നിട്ടുള്ള POF ഫേം ഇൻഡസ്ട്രി എന്ന് പറയുന്നതും വളരെയധികം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു MFFൻ്റെ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും വെളിച്ചത്തിൽ കൊണ്ടുവരുന്ന ഒരു രീതിയായിരുന്നു അവ. സോ POF ഫേംസിൻ്റെ ഏർലിയർ ക്യാപ്ഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു: വെൻ യു മേക്സ് മണി വി മേക്സ് മണി. നിങ്ങൾ എപ്പോഴാണോ ക്യാഷ് ഉണ്ടാക്കുന്നത്, ട്രേഡ് ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കുന്നത്, ആ സമയത്താണ് ഞങ്ങളും ക്യാഷ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ. എന്നാൽ ആക്ച്വലി അവിടെയുള്ള ആ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഇതിന് ശേഷം വന്നു. കാരണം എന്താണ്? വെൻ യു കാൺട്ട് മേക്ക് മണി വി മേക്സ് അവർ മണി. നിങ്ങൾക്ക് എപ്പോഴാണോ ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കാത്തത്, അതിലൂടെയാണ് ഞങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതി. Now let's check how these POF firms actually makes money. പ്രധാനമായും 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഫീസ് ആൻഡ് ദ സെക്കൻഡ് വൺ കോപ്പിയിങ് ട്രേഡ്സ്. സോ ദ ഫസ്റ്റ് കാറ്റഗറി ഫീസ് that you pays for any of their services.
നിങ്ങൾ അവരുടെ സർവീസിന് നൽകുന്ന ഏതൊരു തരത്തിലുള്ള ഫീസുമാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്ലാറ്റ്ഫോം ബിസിനസ് മോഡൽ ബിൽഡ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മെജോറിറ്റി ആളുകളും ട്രേഡിങ്ങിൽ ഫെയിൽ ആകുന്നു എന്ന കോൺസെപ്റ്റ് പ്രകാരമാണ്. ഇതാണ് മെയിൻ തീം ഓഫ് ദെയർ ബിസിനസ്. ഈ ഒരു കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്ലാറ്റ്ഫോം ബിസിനസ് മോഡൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ടോട്ടലി കളക്ട് ചെയ്യുന്ന ഫീസിൽ നിന്നും പ്രോഫിറ്റബിൾ ട്രേഡേഴ്സിന് ഈ കളക്ട് ചെയ്തു വെച്ചിട്ടുള്ള ഫീസിൽ നിന്നും നൽകുകയാണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റാണ് ഒരു ബിസിനസ് മോഡലായിട്ട് റൺ ചെയ്യുന്നത്. സോ ഒരു പ്ലാറ്റ്ഫോം മോഡലിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഫീസുകളാണ്. സോ ഇതിനെ വാലിഡേറ്റ് ചെയ്യുവാൻ ലെറ്റ് മീ ഷോ യു സം സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം മൈ ഫോറക്സ് ഫണ്ട്സ് ഓൺ 2022 ഡിസംബർ ആൻഡ് 2023 ഫെബ്രുവരി. സോ മൈ ഫോറക്സ് ഫണ്ടിൻ്റെ പ്രധാനമായിട്ടുള്ള ഇവാലുവേഷൻ മോഡൽ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് പോകുന്നത്. ഫസ്റ്റ് ഫേസ് ആൻഡ് സെക്കൻഡ് ഫേസ്, ദെൻ മൂന്നാമതാണ് ഫണ്ടഡ് അക്കൗണ്ട് എന്നുള്ള രീതിയിലോട്ട് വരുന്നത്. സോ 2022 ഡിസംബറിലെ കണക്ക് പ്രകാരം വന്നിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്ന ട്രേഡേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 31% എന്നുള്ളത് മാത്രമാണ്. ഈ 31%ൽ സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ആകുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 14% ആണ്. സോ ടോട്ടലി ഈ ഒരു ഇവാലുവേഷൻ മോഡലിലെ പാസ് റേറ്റ് എന്ന് പറയുന്നത് ആ സമയത്ത് 4.34% ആണ്. ഇനി 2023 ഫെബ്രുവരിയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫേസ് പാസ്സായിട്ടുള്ള ആളുകളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 19.05%, ആൻഡ് സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 42%. ഓക്കെ, സോ വോൾ ഇവാലുവേഷൻ മോഡലിലെ പാസ് റേറ്റ് എന്ന് പറയുന്നത് 8% ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇത് ആ ഒരു രണ്ട് പീരീഡിൽ ആ ഒരു ഫേമിൻ്റെ കണക്ക് മാത്രമാണ്. പല പ്ലാറ്റ്ഫോംസുകളുടെയും ഡാറ്റ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ടൈം പീരിയഡ്സ് ആൻഡ് ഓൾ. ഓക്കെ, സോ ഇതാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ചാലഞ്ച് ഫീസ് പ്രോഫിറ്റ് ഷെയർ ആയിട്ട് നൽകുവാൻ സാധിക്കുക എന്നുള്ളത്. സോ ഈ ഒരു ഇവാലുവേഷൻ പാസ് റേറ്റ് എന്ന് പറയുന്നതിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫണ്ടഡ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്ത് എടുക്കുന്ന ആളുകൾ അതിൽ നിന്നും പ്രോഫിറ്റ് ഷെയർ ആയിട്ട് എടുക്കുന്നത് മേ ബി 1 ടൈമോ അതല്ലെങ്കിൽ ലോങ് ടൈമിൽ എടുക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കുറവാണ് എന്നും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് അതിലെ ഡാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള കോപ്പിയിങ് ട്രേഡ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ കോപ്പിയിങ് ട്രേഡ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്ലാറ്റ്ഫോംസും ചെയ്യാത്ത ഒന്നാണ്. ഓക്കെ, മോസ്റ്റ് പ്ലാറ്റ്ഫോംസും ചെയ്യാത്ത ഒന്നാണ് കോപ്പിയിങ് ട്രേഡ്സ് എന്ന് പറയുന്നത്. സോ റീസെൻ്റ്ലി ഇപ്പോഴത്തെ പ്രകാരം നോക്കുകയാണെങ്കിൽ അതിനുള്ള ചാൻസസ് വളരെയധികം ലെസ്സറാണ്. HFT ബേസ്ഡ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് അതുണ്ട്. സോ എന്താണ് HFT, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ലേറ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വിവേചന അധികാരത്തിൽ, സോ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോംസിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇത് എങ്ങനെ കോപ്പി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അതേപോലെ പല ഫേംസിനോടും ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഒരു അക്കൗണ്ട് എടുക്കുന്ന സമയത്തല്ല. സോ ഏർലിയർ കോപ്പിയിങ് എല്ലാം ഉണ്ട് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള റെസ്പോൺസും റീസെൻ്റ്ലി ഉള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ട്. സോ അതിൽ അവർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാകും. ഓക്കെ, സോ അതാണ് അവരുടെ വിവേചന അധികാരം യൂസ് ചെയ്തുകൊണ്ട് ദേ ക്യാൻ ഡിസൈഡ് നിങ്ങളുടെ അക്കൗണ്ടിലെ ട്രേഡ് കോപ്പി ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. സോ അവർക്ക് ഇഷ്ടമുള്ള ഓക്കെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ട്രേഡുകൾ അവർക്ക് കോപ്പി ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ ടോക്സ് എന്ന് പറയുന്നത്. സോ എത്രത്തോളം അക്കൗണ്ടുകൾ കോപ്പി ചെയ്യുന്നു ഇതൊന്നും ഒരു ബിസിനസ് മോഡലിനെ ബേസ് ചെയ്ത് അവർ പുറപ്പെടുവിക്കുന്നതല്ല. വി ഡോണ്ട് ഹാവ് എനഫ് പ്രൂഫ് ഫോർ ദാറ്റ്. ഓക്കെ, സോ കോപ്പിയിങ് ട്രേഡ്സ് എന്ന് പറയുന്നത് അവിടെ ചാൻസസ് വളരെ ലെസ്സറാണ്. അത് ഇനി ചെയ്യുന്ന ഫേംസ് ഉണ്ടെങ്കിൽ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസുകൾ മാത്രമായിരിക്കും. ലോങ് ടൈമിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന പ്ലാറ്റ്ഫോംസുകൾ മാത്രമായിരിക്കും ആ ഒരു രീതി കംപ്ലീറ്റ്ലി. കാരണം ഒരു കോപ്പിയിങ് എന്ന് പറയുമ്പോൾ 1 ടൈമോ 2 ടൈംസോ മാത്രമല്ല, ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ബിസിനസ്, അതായത് നിങ്ങൾ
എന്ന വ്യക്തി നിങ്ങൾ പ്രോപ്പർലി ട്രേഡ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഒരു 5 months മോർ ദാൻ 5 months ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇഫ് ദേ ആർ തിങ്കിങ് ഇത് ആൾ പ്രശ്നമല്ല, വെൽ മാനേജ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആണ് എന്നുള്ള രീതിയിൽ അവർ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ കോപ്പി യുവർ ട്രേഡ്സ് ഇൻ ടു ദെയർ അക്കൗണ്ട്സ് ഓർ ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അത് അവർ മാനേജ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. സോ അവിടെയും മനസ്സിലാക്കുക, ദാറ്റ്സ് ഇൻ ദെയർ ഡിസ്ക്രിപ്ഷൻ. അവരുടെ വിവേചനാധികാരം യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ ഡിസൈഡ് ചെയ്യുക. വി കാൺട്ട് സേ എനിത്തിങ് അബൌട്ട് ദാറ്റ്. സോ ഇതാണ് 2 ടൈപ്പ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ്, വളരെ ചുരുക്കം വിരലിൽ എണ്ണാവുന്ന പ്രോപ്പ് ഫേംസുകളിൽ ഉണ്ടായിരുന്ന സമയത്ത് നിന്നും 100 കണക്കിന് പ്രോപ്പ് ഫേംസുകളിലോട്ട് ഇൻഡസ്ട്രി വലുതായി കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ പലയധികം കാര്യങ്ങളിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ ഒരു പ്രോപ്പ് ഫേം ചൂസ് ചെയ്യുവാൻ നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരു പ്രോപ്പ് ഫേമിനെ മാത്രം റിലേ ചെയ്തുകൊണ്ട് ട്രേഡുകളെ ഫോക്കസ് ചെയ്യുവാൻ നിൽക്കുന്ന വ്യക്തിയോ ആണ് നിങ്ങളെങ്കിൽ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് ഒരു വൈസ് ഡിസിഷനിൽ എത്തിച്ചേരുക. സോ അതല്ലാത്ത പക്ഷം നിങ്ങൾ പ്രധാനമായിട്ടും 3 ട്രാപ്പിലായിരിക്കും അകപ്പെടുന്നത്. ദ ഫസ്റ്റ് വൺ മൈൻഡ് ട്രാപ്പ്, ദ സെക്കൻഡ് വൺ മണി ട്രാപ്പ് ആൻഡ് ദ തേർഡ് വൺ ടൈം ട്രാപ്പ് എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും. ഇതുവരെ മോസ്റ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രോപ്പ് ഫേം കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുന്ന ടൈം പീരീഡിലായിരിക്കും. ആ ഒരു സമയത്താണ് വളരെ വലിയ രീതിയിലുള്ള ടോക്സ് ഇൻഡസ്ട്രിയിൽ നടക്കാറുള്ളൂ. എന്നാൽ ഇൻസൈഡറായിട്ട് വളരെയധികം ഒരു പ്രോപ്പ് ഫേമിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചാറ്റ്സുകളിലോ ഒക്കെ ഉൾക്കൊള്ളുന്ന രീതികളുണ്ട്. അതായത് ഈ മാർക്കറ്റിൽ പല ആളുകളും സംസാരിക്കുന്നത് ഒരു അക്കൗണ്ട് ഒരു ഫേം പൂർണ്ണമായിട്ടും ഷട്ട് ഡൗൺ ചെയ്യുന്നു. ഇപ്പോൾ ലൈക്ക് റീസെൻ്റ്ലി ദി ഫണ്ടഡ് ട്രേഡ്, സ്കിൽഡ് ഫണ്ടഡ് ട്രേഡ്, ഫോർച്യൂൺസ് ഫണ്ടിങ്, ഇതല്ലാതെ ഒരുപാട് ഫേംസുകൾ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ടെമ്പറലി ഷട്ട് ഡൗൺ ചെയ്ത് വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുള്ള ഫേംസുകളെല്ലാം ഉണ്ട്. സോ അവയെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ വിട്ടുപോകുന്ന ഒന്നുണ്ട്. അതാണ് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നിലനിന്നുകൊണ്ട്, ഇപ്പോഴും നിലനിന്നുകൊണ്ട്, മോർ ദാൻ 1 year ഒക്കെ ആയിട്ട് നിലനിന്നുകൊണ്ട് ആളുകളെ സ്റ്റിൽ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേംസ് ഒരുപാടുണ്ട്. സോ ലെറ്റ് മീ ഷോ യു വൺ എക്സാമ്പിൾ. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഒരു പ്രോപ്പ് ഫേംസിലെ എൻ്റെ പേ ഔട്ട് ഹിസ്റ്ററിയാണ്. സോ ഇവിടെ ലാർജർ എമൗണ്ട് എന്ന് പറയുന്ന 2 കാറ്റഗറി ലാർജർ എമൗണ്ട്സ് അവിടെ റിജക്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. ബേസ്ഡ് ഓൺ ദെയർ റൂൾസ് എല്ലാ കാര്യങ്ങളും, അതായത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്, അതിന് ബേസ് ചെയ്ത് കൺസിസ്റ്റൻസി റൂൾസ് ഇതെല്ലാം ക്ലാരിഫൈ ചെയ്ത് ക്ലിയർഡ് ആയിട്ട് ട്രേഡ് ചെയ്തിട്ട് എടുത്ത റിസൾട്ടാണ്. സോ അതിന് ബേസ് ചെയ്തിട്ടുള്ള എമൗണ്ടുകൾ വിഡ്രോവൽസ് ഡിനൈ ചെയ്തു, വലിയ എമൗണ്ട് ഡിനൈ ചെയ്തു. അതിൽ തന്നെ 2 എമൗണ്ട്സ് ലാസ്റ്റ്ലി കാണുന്ന നിങ്ങൾക്ക് ചെറിയ എമൗണ്ട്സ് എന്ന് പറയുന്നത്, അത് ലാസ്റ്റ്ലി ഈ ഒരു അക്കൗണ്ട് ഇങ്ങനെയാണ്, അതിൽ കൂടുതൽ ട്രേഡ്സോ കാര്യങ്ങളോ ഞാൻ എടുത്തിട്ടില്ല, അത് ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്തു, ഞാനായിട്ട് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റിൽ ആ ഫേം ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ അത് അവർ പ്രൊവൈഡ് ചെയ്തു. ചെറിയ എമൗണ്ട് ഓഫ് മണിയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലാർജർ എമൗണ്ട് ഓഫ് മണി ഡിനൈ ചെയ്തു കംപ്ലീറ്റ്ലി. വെൻ ഐ ആം ടോക്കിംഗ് ടു ദം, ലൈക്ക് അവരുടെ രീതിയിലുള്ള റെസ്പോൺസസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റോങ് ആയിരുന്നു, എല്ലാ എവിഡൻസസും എല്ലാം കൊടുത്തതിന് ശേഷം. സോ ദാറ്റ്സ് ദെയർ ബിസിനസ് മോഡൽ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. കാരണം പല രീതിയിലുള്ള മാറ്റങ്ങൾ അതിലോട്ടാണ് ഇനി ഞാൻ വരുന്നത്. സോ ഇതിൽ തന്നെ ഈ ഒരു വിഡ്രോവൽ തന്നെ ആ ഒരു ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് റീസെൻ്റ്ലി ആണ്. ആഫ്റ്റർ 8 months, ഓക്കെ, ആഫ്റ്റർ 8 monthsോളമാണ് കഴിഞ്ഞിട്ടാണ് അതിലെ ഒരു വിഡ്രോവൽ എനിക്ക് റിസീവ് ചെയ്തിട്ടുള്ളത്. ഏർലിയർ പ്രോപ്പ് ഫേം ചാലഞ്ച് ഓർ ഇവാലുവേഷൻ മോഡൽസ് കംപ്ലീറ്റ് ചെയ്യുവാൻ സെർട്ടൈൻ ടൈം ലിമിറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമയത്ത് ടൈം ലിമിറ്റുകളൊന്നുമില്ല, അൺലിമിറ്റഡ് ട്രേഡിംഗ് ഡേയ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് ടൈം പീരീഡിൽ phase 1 കംപ്ലീറ്റ് ചെയ്യുവാൻ മെജോറിറ്റി എല്ലാ ഫേംസുകളിലും ഉണ്ടായിരുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 30 days ആയിരുന്നു. ആൻഡ് ദ സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുവാൻ 60 days. ഇത് മോസ്റ്റ്ലി അവിടെ ആ ഒരു ട്രേഡേഴ്സിനെല്ലാം തന്നെ ഒരു മെൻ്റൽ പ്രഷർ നൽകുന്ന രീതിയായിരുന്നു, ഒരു സൈക്കോളജിക്കൽ പ്രഷർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള രീതി. അതുകൊണ്ട് തന്നെ അത് വൺ ഓഫ് ദ റീസൺ ആയിരുന്നു പല ആളുകളും ഇതിൽ നിന്നും ലോസ് ആയിട്ട് മാറുവാനുള്ള, ഫെയിൽ ആയിട്ട് മാറുവാനുള്ള ഒരു റീസൺ എന്നുള്ളത്. സോ
ഈ ഒരു ഇൻഡസ്ട്രി ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വളരെയധികം റൂൾസുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഏതൊരു ബിസിനസ് ആണ് എന്നുണ്ടെങ്കിലും, ലൈക്ക് ഈവൻ ഇവിടെയുള്ള എന്ത് ഷോപ്പാണ് എന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ്, നമുക്കൊരു കോമ്പറ്റീഷൻസ് വരികയാണെങ്കിൽ, പുതിയ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, എക്സിസ്റ്റിംഗിൽ അവിടെ വേറെ ബിസിനസ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, സെയിം ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. എങ്കിലേ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രി പിടിച്ചെടുക്കുവാൻ സാധിക്കും. ഇതേപോലെ തന്നെ പെർഫ്യൂം ഇൻഡസ്ട്രിയിലും പുതുതായിട്ട് ഫേംസുകൾ വരുമ്പോൾ പല കാര്യങ്ങളിലും ചേഞ്ചസ് കൊണ്ടുവരാൻ തുടങ്ങി. ഈ ട്രേഡിംഗ് ഡേയ്സുകൾ റിമൂവ് ചെയ്യുവാൻ, അതുപോലെ തന്നെ ഒരു കേസ് പ്രധാനമായിട്ടും ഇപ്പം നിങ്ങൾ ഒരു ചാലഞ്ച് എടുക്കുവാൻ പോവുകയാണെന്ന് വെക്കുക, ഒരു പെർഫോം അക്കൗണ്ട് എടുക്കുവാൻ പോവുകയാണ്, 2 അക്കൗണ്ടുകളാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്, 2 ഫേംസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, അതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നിന് ഒരു $100 സെയിം അക്കൗണ്ട് കാറ്റഗറി ആണെന്ന് വെക്കുക, ഒരു $25,000 അക്കൗണ്ട് ആണെന്ന് വെക്കുക. ഒന്നിന് $100 അതുപോലെ തന്നെ ഒന്നിന് $250 എന്ന് വരുന്നത് എങ്കിൽ മെജോറിറ്റി നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക, ഫസ്റ്റ്ലി $100 പോകാം എന്നുള്ള കാര്യമായിരിക്കും. ബാക്കിയുള്ള കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും ബോധേഡ് അല്ല, അല്ലേ? അപ്പോൾ അതൊക്കെ ഒരു ഭാഗമാണ് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കുവാനും പെർഫോംസിൻ്റെ സൈഡിൽ അങ്ങനെയുള്ള പെർഫോംസ് വിജയിക്കുവാനുള്ള റീസൺസുകളൊക്കെയാണ് വരുന്നത്. സോ ഇൻഡസ്ട്രി ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ബോണസ്, അൺലിമിറ്റഡ് ട്രേഡിംഗ് ഡേയ്സ്, അതുപോലെ തന്നെ മാക്സിമൈസേഷൻ ഓഫ് ലോസ്, അതുപോലെ പ്രോഫിറ്റ് ടാർഗറ്റിൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കുക, പല രീതിയിലും ചേഞ്ചസ് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ തന്നെ ആ ടൈം പീരീഡിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ടൈം പീരീഡിൽ ഫണ്ടിങ് ടാലൻറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ആദ്യം ഇനീഷ്യലി അത് ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ റീസെൻ്റ്ലി ഇപ്പോഴുള്ള പ്ലാറ്റ്ഫോംസുകളെ ബേസ് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് കേസ് എന്ന് പറയുന്നത്, അവിടെ ചാലഞ്ചിന് ഫീസായിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന എമൗണ്ട് റീഫണ്ട് നൽകിക്കൊണ്ടാണ് ആ ഒരു പ്ലാറ്റ്ഫോം ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും കിട്ടിയോ എന്നറിയില്ല, എൻ്റേതായിട്ടുള്ള സർക്കിൾസിൽ പല ആളുകൾക്കും കിട്ടിയിട്ടുള്ളതാണ് എനിക്കറിയാവുന്നത്. പക്ഷേ ഇവിടെ എല്ലാം മെജോറിറ്റി ഈ ഒരു സഡൻ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത്, സഡൻ ആയിട്ട് ഈ ഒരു കമ്പനി ക്ലോസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഇഷ്യൂസ് ഇവിടെ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യും. ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ന്യൂവർ ഫേംസ് വന്നു തുടങ്ങിയ സമയത്ത് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് എക്സിസ്റ്റിംഗ്ലി ഉള്ള റൂൾസുകളിൽ നിന്നും മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ചാലഞ്ച് ഫീസിലുള്ള കുറവ്, പ്രോഫിറ്റ് സ്പ്ലിറ്റിലുള്ള ഇൻക്രീസ്, അതുപോലെ തന്നെ ഡെയിലി ആൻഡ് മാക്സിമം ലോസ് ലിമിറ്റുകൾ ഇൻക്രീസ് ചെയ്തിട്ടുള്ള സിസ്റ്റംസ്, ഇതുപോലെ പലയധികം മാറ്റങ്ങളും ന്യൂസ് ടൈമിലുള്ള ട്രേഡിംഗ് അലോ ചെയ്യുക, ഇങ്ങനെ പലയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ എക്സിസ്റ്റിംഗിൽ ഉണ്ടായിരുന്ന പല ഫേംസുകളും തന്നെ ഈ ഒരു രീതിയിലോട്ട് ചേഞ്ച് ചെയ്യുന്നതായിട്ട് വന്നു. കാരണം ഏതൊരു ബിസിനസ്, ഈ ഒരു പ്ലാറ്റ്ഫോംസിൻ്റെയും പുതിയ ആളുകൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, മെയിൻ സോഴ്സ് ഓഫ് ഇൻകം കുറയുകയും ആ ഒരു പ്ലാറ്റ്ഫോമിന് പൂർണ്ണമായിട്ടും പ്രോപ്പർലി റൺ ചെയ്യുവാൻ സാധിക്കാത്ത സിറ്റുവേഷനും വരാം. ലേറ്റർ HFT ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് എനേബിൾഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് വന്നു. സോ ഏർലിയർ ചില പ്ലാറ്റ്ഫോംസുകളിലെല്ലാം ഇത് പോസിബിൾ ആയിരുന്നു, പക്ഷേ ഇതൊന്നും ആ ഒരു ഫേംസ് പബ്ലിക്കലി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ പബ്ലിക്കലി അനൗൺസ് ചെയ്തുകൊണ്ട് ചില ഫേംസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഒരുപാട് ഫേംസ് HFT എനേബിൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു HFT എനേബിൾഡ് ആയിട്ടുള്ള ട്രേഡിംഗ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നതിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷേ ഇത് ഡെമോ അക്കൗണ്ടുകൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ ചെയ്യാം. സോ ഇവിടെ HFT എനേബിൾഡ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുവാൻ സാധിക്കും, നിങ്ങൾക്ക് ഈസിലി അക്കൗണ്ട് പാസ് ചെയ്യാം എന്ന കാര്യം പ്ലാറ്റ്ഫോം തന്നെ പറയുകയാണ്. സോ അതിന് ബേസ് ചെയ്തുകൊണ്ടുള്ള റീഫണ്ടബിൾ ആപ്ലിക്കേഷൻ ഫീ എന്നുള്ളതിൽ റീഫണ്ടബിൾ എന്നുള്ളത് മെജോറിറ്റി ഫേംസും ഇങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്തു, റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഈ HFT ചെയ്തുകൊണ്ട് നിങ്ങൾ പാസ് ആവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ റീഫണ്ട് ഉണ്ടാവില്ല. അതിനുശേഷം നിങ്ങളോട് ഫണ്ടഡ് അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം. സോ അവിടെ ഇവർ കൺസിസ്റ്റൻസി റൂൾസ് എന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. അത് അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ മെജോറിറ്റി വരിക. സോ അതിലുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇങ്ങനെ ഈ HFT എനേബിൾഡ് ആയിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കമ്പനി തന്നെ പറയുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, HFT എനേബിൾഡ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പേർട്ട് അഡ്വൈസർ അല്ലെങ്കിൽ ഒരു റോബോട്ട് എന്ന് പറയും, ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് പാസ് ചെയ്യുന്ന രീതിയാണ്. ഒരു ജസ്റ്റ് ഫ്യൂ അവേഴ്സ് കൊണ്ട് അക്കൗണ്ട് എന്ത് ചെയ്യാം, പാസ് ചെയ്യാം, കംപ്ലീറ്റ് ആക്കാം. 10% ഒക്കെ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ഈസിലി മേക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് HFT എന്ന് പറയുന്നത്, ആ ഒരു രീതിയിൽ.
സോ അങ്ങനെ വരുന്ന സമയത്ത് അതിനും ചില ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ അഡീഷണലി ഉണ്ട്. സോ ആ രീതിയിലോട്ട് ഞാൻ ഡീപ്പറായിട്ട് അതിലോട്ട് ഇൻവോൾവ് പോകുന്നില്ല. സോ ഇഫ് യു വാണ്ട് നോ മോർ യു ക്യാൻ കമൻറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക, ഇത് ഫീ കളക്ഷന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ഒരു ഫേം ഓണർ ആണ് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ സിസ്റ്റമാറ്റിക് അല്ല ഒരു ട്രേഡ് ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്തു ഈ വെരിഫിക്കേഷൻ സ്റ്റെപ്സ് ഒക്കെ ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ഒന്നും അറിയാത്ത ആളുകൾക്കും പാസ് ചെയ്യാം. പല ആളുകളും പാസ് ചെയ്ത് കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഈ ഒരു സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്, ഇറ്റ്സ് സിമ്പിൾ. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു കോപ്പി ട്രേഡ് മോഡിലോട്ട് പോകുമോ? നോ. സോ വാട്ട്സ് ദെയർ ബിസിനസ് മോഡൽ ആക്ച്വലി, അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഫണ്ടഡ് അക്കൗണ്ടുകളിലും മെജോറിറ്റി ആളുകൾ ലോസ് ആകണം. ഇനി അതിൽ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ കൺസിസ്റ്റൻസി റൂൾസ് പ്രകാരമുള്ള ഡിനയൽസും കൊണ്ടുവരണം. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള A to Z കാര്യങ്ങളും എല്ലാം അറിഞ്ഞിരിക്കണം. ന്യൂലി വന്നിട്ടുള്ള പ്ലാറ്റ്ഫോംസുകളെല്ലാം തന്നെ ആരംഭഘട്ടത്തിൽ പലയധികം പേ ഔട്ട്സുകളും ഈസിലി നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കാരണം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാ സമയത്തും ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പുതിയ ചാലഞ്ചസ് എടുക്കുവാനുള്ള ആളുകളെല്ലാം വരുന്ന സമയത്തെ ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു ഫീ കളക്ഷൻ മോഡലിൽ റൺ ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആണ് എന്നുണ്ടെങ്കിൽ. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ അതല്ലെങ്കിൽ യൂട്യൂബ് ഇതിലെല്ലാം കാണുന്ന മെയിൻ ലീഡിങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ്, സോ ആ ഇൻഫ്ലുവൻസേഴ്സിനെ ബേസ് ചെയ്തിട്ടും അവരെല്ലാം തന്നെ വലിയ ലാർജ് പേ ഔട്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ടോക്സ് കാര്യങ്ങളൊക്കെ പല ന്യൂലി വരുന്ന ഫേംസുകളിൽ നിന്നും വരുമ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, പല ഇൻഫ്ലുവൻസേഴ്സും ഹൈലി ലീഡിങ് ആയിട്ട് നിൽക്കുന്ന പല ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിൽ ബിസിനസ് പാർട്ട്നേഴ്സോ അതല്ലെങ്കിൽ അവർ തന്നെ ഓൺ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസുകളുമുണ്ട്. ലൈക്ക് റീസെൻ്റ്ലി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, റീസെൻ്റ്ലി ഇപ്പോൾ ഓപ്പറേഷൻസ് ടെമ്പററി ഷട്ട് ഡൗൺ ആയി എന്ന് പറഞ്ഞിട്ടുള്ള സ്കിൽഡ് ഫണ്ടഡ് ട്രേഡർ SFT, അതിൻ്റെ ഓണേഴ്സുകൾ നോക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലിസ്റ്റും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സോ അങ്ങനെയുള്ള മാർക്കറ്റിങ്ങും എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കും. സോ അതിന് മാത്രമല്ല, സോ ഇത് എല്ലാ കാര്യങ്ങളും ഞാൻ നെഗറ്റീവായിട്ട് മാത്രം പറയുകയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ടും അവെയർഡായിട്ട് ഒരു പ്രോപ്പർ മാനറിലായിരിക്കണം നിങ്ങൾ ട്രേഡ്സ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുവാൻ പോകുന്നത്. അതല്ലെങ്കിൽ സൈക്കോളജിക്കലി വളരെയധികം ഇഷ്യൂസ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യും. അത് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലും ട്രേഡിംഗ് ലൈഫിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുവാനുള്ള ചാൻസസ് ഹയർ ആണ്. ഇനി ഇതിൽ തന്നെ പ്രധാനമായിട്ടും അറിയേണ്ട റെഗുലേറ്ററി സൈഡ് എന്നുള്ളത്, മൈ ഫോറക്സ് ഫണ്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഷട്ട് ഡൗൺ ആണ് ഇതിലൊരു സ്പ്ലിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ മൈ ഫോറക്സ് ഫണ്ട്സ് 2023 സെപ്റ്റംബർ ടൈം പീരീഡിൽ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു ആസ് ദേ ഗോട്ട് charged by CFTC and Canadian regulators for their fraudulent activities. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് കേസസ് കാര്യങ്ങൾ വന്ന സമയത്താണ് ഒരു ഷട്ട് ഡൗൺ എന്നുള്ള രീതിയിൽ മൈ ഫോറക്സ് ഫണ്ട്സിൽ വന്നിട്ടുള്ളത്. സോ അതൊരു സഡൻ ക്ലോഷർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ സഡൻ ക്ലോഷർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഫേംസ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു ഇതിൽ പ്ലാറ്റ്ഫോംസിലെ അക്കൗണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് വെച്ചു എന്ന് വെക്കുക. ഇങ്ങനെ പ്രോഫിറ്റ് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ടൈം പീരീഡിൽ ഇവിടെ എന്താ സംഭവിക്കുക, പെട്ടെന്ന് ഇത് എന്ത് ചെയ്തു, ഷട്ട് ഡൗൺ ചെയ്തു, ഓപ്പറേഷൻസ് നിർത്തി. നിങ്ങൾ പ്രോഫിറ്റ് വിഡ്രോവൽ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ടൈം പീരീഡാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേറെ അവിടെ ഒരു എമൗണ്ടോ കാര്യങ്ങളോ കിട്ടുവാനില്ല, യാതൊരുവിധ എക്സ്പെക്റ്റേഷനും ഇനിയില്ല. ഓട്ടോമാറ്റിക്കലി മെജോറിറ്റി ആളുകളുടെയും മൈൻഡ് എന്താകും, ഡൗൺ ആകും, നിങ്ങൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ. സോ അതിന് എങ്ങനെയാണ് പ്രോപ്പർലി അലൈൻഡ് ആയിട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റീസെൻ്റ്ലി forex.com എന്ന പ്ലാറ്റ്ഫോമിൽ എക്സാംപ്ലോയി ആയിരുന്ന അജ്വദ് ദി ഫാൽക്കൺ ട്രേഡർ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ക്ലിയർലി ഈ ഒരു forex.com കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
സോ ആ ഒരു ഫേം അവരുടെ ക്ലയൻസിന് പ്രോപ്പർലി പേ ഔട്ടുകൾ ഒന്നും തന്നെ നൽകുന്നില്ല, എംപ്ലോയീസിന് സാലറീസും പ്രോപ്പർലി കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ അവർ ആ സെയിം ഓണേഴ്സ് തന്നെ വേറെ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. സോ അതിൻ്റെ നെയിം അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത് ഫണ്ടിങ് യുവർ ട്രേഡ്സ് എന്നുള്ളതാണ്. സോ അതേ ഓണേഴ്സ് വേറെ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രീവിയസ്ലി ഉള്ള forex.com പ്രോപ്പർലി പേ ഔട്ട്സോ കാര്യങ്ങളോ പ്രോപ്പർലി നൽകുന്നില്ല എന്നുള്ള രീതിയും. സോ സെയിം ഓണേഴ്സ് തന്നെയാണ് ഈ ഒരു രീതിയിൽ വരുന്നത്. Forex.com is a scam. So what happened in October 2023? A lot of you guys, Forex.com wasn't able to pay out all the funded traders. They owe more than $700,000 in payouts till this day, and they haven't paid to their traders, and they keep saying, we will pay you, we are working on that thing, we are working on getting the payment solution to send all the payouts, but that's not correct. If it was correct, the last question that I asked Jonathan, why are you still selling the challenges if you are still not able to pay out to all the traders? That's when I got blocked. Now, one thing that I want to mention here, there is one more platform which they just started. That's called Funding Your Trades. So imagine that you're not able to pay out your traders, and at the same time, just to get a load of money from the challenges, you start another firm, which is fundingyourtrades.com. So now both the firms are owned by the same entity, and both of them are definitely going to do the same. റീസെൻ്റ്ലി ടെമ്പറലി ഷട്ട് ഡൗൺ ചെയ്ത ദി ഫണ്ടഡ് ട്രേഡർ, ദി സ്കിൽഡ് ഫണ്ടഡ് ട്രേഡർ ടെമ്പറലി ആണോ ലോങ് ടൈം ആണോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ അറിയുവാൻ സാധിക്കും. സോ ഈ പ്ലാറ്റ്ഫോംസുകളെല്ലാം തന്നെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കമ്പനിയുണ്ട്, ഈസ്റ്റേൺ കൺസൾട്ടിംഗ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. സോ ഈ ഫേംസ്, ഈ ഒരു കൺസൾട്ടിംഗ് ടെക്നോളജീസിൻ്റെ ഇവരുടെ തന്നെ മറ്റുള്ള ഫേംസുകളിലാണ് ദി പ്ലാറ്റ്ഫോം ജേണൽ, ദി സെക്യൂർ ദി ബാഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസ്. സോ ഇതിനു മുൻപേ ഫോർച്യൂൺ ട്രേഡിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമും പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ്ലി അക്കൗണ്ട് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ ലിസ്റ്റുകൾ കൂടി വരുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. സോ ഇതിനു മുമ്പും ഈസ്റ്റേൺ മാനേജ്മെൻറ്റ് ഈ ഒരു കമ്പനി മാനേജ് ചെയ്യുന്ന ഈ ഒരു കമ്പനി ഇതിന് മുൻപ് ലെവൽഡ് അപ്പ് സൊസൈറ്റി എന്ന് പറയുന്ന ഫേമുമായിട്ടും ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ട് അത് ഷോർട്ട് ടൈം ആയിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് വീണ്ടും റീ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആസ് ഓഫ് നൗ അതിൻ്റെ കണ്ടീഷൻസ് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഞാൻ ഈ ലെവൽഡ് അപ്പ് സൊസൈറ്റി എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. സോ അങ്ങനെ ഈ ലെവൽഡ് അപ്പ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന വ്യക്തികൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ അബൌട്ട് ദാറ്റ് ഫേം ഇൻ ദ കമൻറ്റ് ബോക്സ്. ഇൻഡസ്ട്രി കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ഡിഫറെൻറ്റ് ചാലഞ്ച് മോഡൽസ്, സെല്ലിംഗ് ചാലഞ്ചസ് ഇൻ ലെസർ പ്രൈസ്, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ നിന്നും 1 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, ബൈ 1 ചാലഞ്ച് ആൻഡ് ഗെറ്റ് 1, ഹയർ റീഫണ്ട് ബോണസ്, ഫ്രീ റീടേക്ക് ഇഫ് യു ഫെയിൽ, ഡ്രോ ഡൗൺ ലിമിറ്റ് ചേഞ്ചസ്, HFT എനേബിൾഡ് ആയിട്ട് ട്രേഡ് ചെയ്ത് പാസ്സാക്കുക, അതിനുശേഷം ഈസിലി വിഡ്രോവൽ എടുക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ്, ഇങ്ങനെ തുടങ്ങിയവയെല്ലാം മാർക്കറ്റിംഗ് പർപ്പസിൻ്റെ ഭാഗമായിട്ട് പ്ലാറ്റ്ഫോംസ് ഇറക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ചാലഞ്ച് ഫീസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ദാറ്റ്സ് ദെയർ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. സോ ദേ ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം യു. സോ നിങ്ങളൊരു പ്ലാറ്റ്ഫോമിനെ ചൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് ഈസിനെസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല നോക്കേണ്ടത്. തിരിച്ച് എന്താണ് മറ്റുള്ള കണ്ടീഷൻസ്, ഇവരുടെ ഹിസ്റ്ററി, പേ ഔട്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സർവീസസ് എങ്ങനെയാണ്, ഇൻഡസ്ട്രി ബേസ്ഡ് പെർഫോമൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യേണ്ടത്. സോ യു ഹാവ് ടു ചൂസ് റൈറ്റ് പ്ലാറ്റ്ഫോം. അതല്ലാത്ത പക്ഷം എന്താണ്, ഇങ്ങനെ സഡൻ ക്ലോസേഴ്സോ പല കാര്യങ്ങളും വരുന്ന സമയത്ത് മൈൻഡ് നെഗറ്റീവായിട്ട് പോകുവാനുള്ള ചാൻസസ് ഹയർ ആണ്. സോ ഇനി എന്താണ് ഈ പ്ലാറ്റ്ഫോംസിൻ്റെ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ റീസെൻ്റ്ലി മെറ്റാകോഡ്സ്, ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള മെറ്റാ ട്രേഡർ 4, 5 എന്നിവയ്ക്കുള്ള സർവീസസ് പല പ്ലാറ്റ്ഫോംസിനും
നിർത്തലാക്കി. സോ അതിനുശേഷം ഈ പ്ലാറ്റ്ഫോംസുകൾ മെജോറിറ്റി DX ട്രേഡ് പ്ലാറ്റ്ഫോംസിലോട്ട് പോകേണ്ട സിറ്റുവേഷൻസ്, അതിനുശേഷം സി ട്രേഡർ എനേബിൾ ചെയ്യുന്ന സിറ്റുവേഷൻസ്. സോ ഇങ്ങനെ നോക്കുന്ന സമയത്തും ഒരു പ്ലാറ്റ്ഫോംസിന് എക്സിസ്റ്റിംഗ്ലി ഉണ്ടായിരുന്ന കാര്യങ്ങളിന് പുറമെ അഡീഷണലി എക്സ്പെൻസസ് വന്നിട്ടുള്ള ടൈം പീരീഡുകൾ കൂടെയാണ്. സോ അഡീഷണൽ എക്സ്പെൻസസ് ഇവരുമായിട്ടുള്ള ഇൻ്റഗ്രേഷന് നൽകേണ്ടതായിട്ട് വരും. അത് ഓവർ എക്സ്പെൻസസ് ആയിട്ട് വരാം. അതും ഒരു കാരണമായിട്ട് വന്നിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്ലോസിങ് എന്നുള്ള രീതിയിൽ എക്സ്പെൻസസ് ഹയർ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസും. സോ ഇങ്ങനെ US ബേസ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് പലയധികം റെഗുലേഷൻസും ആ ഒരു സൈഡിൽ നിന്നും വരാം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സ്കാം ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ കൂടുതലായിട്ട് വരികയാണ് പ്ലാറ്റ്ഫോം ഇൻഡസ്ട്രിയിൽ എന്നുണ്ടെങ്കിൽ ഹയർ ആയിട്ടുള്ള റെഗുലേഷൻസ് മാർക്കറ്റിൽ വരുവാനുള്ള ചാൻസസും പല രാജ്യങ്ങളിൽ നിന്നുള്ള ചാൻസസ് ഹയർ ആണ്. സോ അങ്ങനെ വരുന്ന സമയത്തും അവിടെ ഇഷ്യൂസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഈ പ്ലാറ്റ്ഫോം ഇൻഡസ്ട്രിയിലെ നെഗറ്റീവ് സൈഡ് മാത്രം പറയുകയാണ് എന്ന് വിചാരിക്കേണ്ട. ഇതൊരു അവയർനെസ് ആയിട്ട് മനസ്സിലായിക്കൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യാവുന്നതാണ്. കാരണം ലോങ് ടൈം ആയിട്ട് തന്നെ മാർക്കറ്റിൽ നിലനിന്ന് വരുന്ന പ്ലാറ്റ്ഫോംസുകളും ഉണ്ട്. സോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസുകളെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ട് അവ യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ട്രേഡ്സും കാര്യങ്ങളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. സോ അതല്ലാതെ ഒരു കംപ്ലീറ്റ് നെഗറ്റീവ് ആയിട്ട് മാത്രം ഇതിനെ കാണേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളൊരു ബിഗിനറോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ്, പക്ഷെ കൂടുതൽ ക്യാപിറ്റൽ ഒന്നുമില്ല, അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും പ്ലാറ്റ്ഫോംസിനെ മാത്രം ഒരു ലൈഫ് സേവർ ആയിട്ട് കണ്ടുകൊണ്ട് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യരുത് എന്നാണ് എൻ്റെ സജഷൻ. കാരണം ഞാൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുള്ള ഒന്നാണ്. അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് ഇത് സഡൻലി ക്ലോസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ക്രിയേറ്റ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇൻ യു. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് ഫീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതെടുത്തിട്ട് പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്തൊരു ക്യാപിറ്റൽ ഉണ്ടാവില്ല. സോ എപ്പോഴും നിങ്ങളുടെ റിയൽ ട്രേഡിംഗ് അക്കൗണ്ട് വെൽ മാനേജ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? മാനേജ് ചെയ്തുകൊണ്ട് പ്ലാറ്റ്ഫോംസ് ചെയ്യുക. അതല്ലാതെ കംപ്ലീറ്റ്ലി ഇത് പ്ലാറ്റ്ഫോമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുവാതെ പോവുക എന്നുള്ളതാണ്. സോ അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ ഈ വീഡിയോയിൽ ഡീപ്പറായിട്ട് പറയുവാൻ സാധിക്കില്ല, കാരണം അത് ലോങ്ങർ ആയിട്ട് മാറും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോക്സുകൾ നെക്സ്റ്റ്ലി ആഡ് ഓൺ ചെയ്ത് കൊണ്ടുവരാം. സോ ഒരിക്കലും ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കരുത്. കാരണം പ്രീവിയസ്ലി ഉള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്കുണ്ട്. ഒരുപാട് ഫേംസ് ഷട്ട് ഡൗൺ ആയിട്ടുള്ളതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫേംസുകളെ പോലെ റൺ ചെയ്യുന്നതുണ്ട്. പേ ഔട്ടുകൾ ഡിനൈ ചെയ്തുകൊണ്ടും ലാഗ് വരുത്തിക്കൊണ്ടും, അതായത് ഒരു വിഡ്രോവൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ അപ്രൂവ് ചെയ്യുവാൻ, അവർ വെരിഫൈ ചെയ്യുവാൻ 1-2 മാസം എടുക്കും. അതിനുശേഷം പ്രോസസ്സ് ചെയ്യുന്ന രീതികളുമുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് അതാത് സമയത്ത് കിട്ടണം എന്നില്ല. അതൊരു പ്രോപ്പർലി റണ്ണിങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ല എന്നുണ്ടെങ്കിൽ അതാണ് അവിടെ വരുന്ന ഒരു കണ്ടീഷൻ. സോ യു ഹാവ് ടു ഡു യുവർ ഓൺ റിസർച്ച് ബിഫോർ പിക്കിംഗ് എ പ്ലാറ്റ്ഫോം. ഇനി നേരത്തെ പറഞ്ഞ കേസിൽ സഡൻലി ഒരു പ്ലാറ്റ്ഫോം ക്ലോഷർ എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി ഒരു കമ്പനിയുടെ ഷട്ട് ഡൗൺ ആയിട്ട് മാത്രമല്ല റിഫ്ലക്റ്റ് ചെയ്യുന്ന വേറൊരു കേസ് കൂടെയുണ്ട്. ലൈക്ക് സെർട്ടൈൻ രാജ്യങ്ങളിൽ മാത്രമായിരിക്കും ചില പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആവുക, ചിലത് അവൈലബിൾ അല്ലായിരിക്കും. ലൈക്ക് FTMO. നിങ്ങൾ ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ FTMO ഇപ്പോൾ ട്രേഡ് ചെയ്യുവാൻ പോസിബിൾ അല്ല. കഴിഞ്ഞ വർഷം മിഡ് ഓൺവേർഡ്സ് എന്താണ്, FTMO ഇന്ത്യയിൽ അവൈലബിൾ അല്ല. സോ അതിനെ ബേസ് ചെയ്തിട്ട് അവർ റെഗുലേറ്ററി ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ എന്തിരുന്നാൽ പോലും ഏത് രീതിയിലാണെങ്കിലും അവരെന്താണോ പറയുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യുവാനുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. സോ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ that will create certain issues. സോ അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ട്രേഡിംഗ് ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ് വേണ്ടത്. അതർവൈസ് അവിടെ എന്ത് സംഭവിക്കും? അവിടെ certain ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ ട്രേഡിങ്ങിൽ അത് നെഗറ്റിവിറ്റി കൊണ്ടുവരും സ്വാഭാവികമായിട്ടും. എല്ലാ ആളുകളുടെയും കേസല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ബിഗിനിങ് ലെവൽസിലൊക്കെ നിൽക്കുന്ന ആളുകൾ, ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് പൂർണ്ണമായിട്ടും അറിയാത്തതായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം.
So let me tell you one thing. Do your own research before picking a prop firm or before relying entirely on a prop firm. Because നിങ്ങളാണ് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി സെറ്റ് ചെയ്യുന്നത്. സോ അതിൽ ഒരു ഏണിങ്സ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ സ്കില്ല് മാത്രമല്ല നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങളവിടെ ക്യാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെയധികം കാര്യങ്ങളും അതിൽ ഇൻവോൾവ്ഡ് ആണ്. സോ നിങ്ങൾക്ക് ഇൻ കേസ് ഒരു റിയൽ അക്കൗണ്ട് ഫോറക്സ് മാർക്കറ്റിൽ റിയൽ ട്രേഡ് ചെയ്യുവാനുള്ള അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ യു ക്യാൻ കോൺടാക്ട് us. വി വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. സോ ഇനി നിങ്ങൾക്ക് പെർഫോമിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ഓൺ ചെയ്യാം. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് ടോക്സുകളിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കാം. സോ അണ്ടിൽ ദെൻ